കൃത്യമായിട്ട് ഇന്നത്തെ പിള്ളേരുടെ ഭാഷ പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ തന്ത വൈബിന്റെ ആൾക്കാരാണ്. ജഗദീഷേട്ടൻ തന്ത വൈബില് ഞാൻ കൂട്ടുന്നില്ല. നമ്മള് തന്ത വൈബ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മള് കണ്ടുപരിചയിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ഇമ്പോസ് ചെയ്യാൻ നോക്കുന്ന വ്യക്തികൾ എന്നുള്ള രീതിയിലാണ്. അപ്പം ഫഹദ് ഉത്സവം നമ്മൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ പ്രിയദർശൻ സിനിമകളുടെ ഒക്കെ ആ പാറ്റേണിലുള്ള പുതിയ സംവിധായകർ ചിന്തിച്ച് കൊണ്ടുവന്ന ഒരു പുതിയ ആഖ്യാന രീതി ആയിരിക്കാം ഇതിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടേയിരിക്കും, അവരതിന് മറുപടി തന്നോണ്ടേയിരുന്നു. ആ ക്ലാരിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇതിലെ ക്യാരക്ടർ. അവിടെയാണ് ഈ ആക്ടിങ്ങിന്റെ കൂട്ടലും കുറക്കലും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത്. ജഗദീഷ് ചേട്ടാ, ഇപ്പൊ ഇവിടെ ഞാൻ അവരോട് ചോദിച്ചു ഏത് റേഞ്ചിലുള്ള ജഗദീഷ് ചേട്ടനെ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ നേരത്തെ വലിയ ആക്ടേഴ്സിനൊക്കെ പറ്റി പറഞ്ഞിരുന്ന പോലത്തെ ഇപ്പൊ എങ്ങനെ വേണമെങ്കിൽ ജഗദീഷ് ചേട്ടനെ ഉപയോഗിക്കാം. നെടുവിനൊക്കെ പണ്ട് ആറ്റിക്കുറുക്കി ഉപയോഗിച്ചിരുന്നു സംവിധായകർ എന്നൊക്കെ പറയുന്നത്. ജഗദീഷ് ചേട്ടനെ ഇപ്പൊ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് മീറ്ററിലേക്ക് വിടാം. ഞാൻ ചോദിച്ചാൽ എന്താ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ 90s ഒരു ജഗദീഷ് ചേട്ടനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഫിസിക്കാലിറ്റി കൊണ്ട് അത്രയും ഓവറല്ല. ഇപ്പൊ കൈകളോ കാലുകളിലോ ചലനങ്ങൾ കൊണ്ട് ഓവറല്ല, പക്ഷെ മുഖം കൊണ്ട്. ഇപ്പൊ എനിക്കൊരു സീൻ കാണിച്ചു തന്നു. ഇപ്പൊ എത്ര പൊറോട്ട വാങ്ങണം എന്ന് ചോദിക്കുന്ന ഒരു സീനിനകത്ത് പണ്ടത്തെ ജഗദീഷ് ചേട്ടനുണ്ട്, മുഖത്ത് ജഗദീഷ് ചേട്ടനുണ്ട്, എന്നാൽ ശരീരം കൊണ്ട് ജഗദീഷ് ചേട്ടൻ ഇപ്പത്തെ ജഗദീഷ് ചേട്ടനാണ് താനും. ആ മീറ്റർ എത്രമാത്രം എൻജോയ് ചെയ്തു? അല്ല, ഇതിനകത്ത് അതില് 90s എന്നോ 2025 എന്നോ ഒന്നും നോക്കാതെ ഹ്യൂമറിന് സാധ്യത ഉള്ളിടത്ത് നമ്മൾ ഹ്യൂമറസ് ആയിട്ട് പെർഫോം ചെയ്യാം. അതിനകത്ത് കാലത്തിൻ്റെതായിട്ടുള്ള അഭിനയത്തിൽ മാറ്റമുണ്ട്. പിന്നെ പ്രായത്തിൻ്റെതായിട്ടുള്ള മാറ്റം, കഥാപാത്രങ്ങളുടെ പ്രായം അതും കൂടെ നോക്കണം. നമ്മളിപ്പോ ഇന്ന് ഞാൻ അപ്പുക്കുട്ടൻ അവതരിപ്പിക്കുമ്പോൾ അപ്പുക്കുട്ടന്റെ പ്രായം കൂടെ കണക്കിലെടുക്കണം. ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബോബനും മോളിയും എല്ലാ കാലത്തും ഒരേ പ്രായം എന്ന് പറഞ്ഞ പോലെ അത് പ്രേക്ഷകരെ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നവരുടെ പ്രായം കൂടെ കൂടിയ കാര്യം മനസ്സിൽ ആൾക്കാർ എന്തായിരുന്നാലും അവരുടെ മനസ്സിലുണ്ടാവും. നമ്മളിപ്പോൾ ഒരു 4 പേരും കൂടെ ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ നടന്നാൽ അതിന് കുറച്ചുകൂടെ ലോജിക്ക് കൊണ്ടുവരണം. അന്നത്തെ കാലത്ത് അത് വേണ്ട, ഞങ്ങൾ പൂവാലന്മാരാണ്, ആ പ്രായമാണ്. ഇന്ന് അത് കൊണ്ടുവരുമ്പം ആ പ്രായത്തിലുള്ള പെൺകുട്ടിയായിട്ട് നടന്നു കഴിഞ്ഞാൽ ഇവരെന്തോ ആണ് ഇത് കാണിക്കുന്നത്. ഒരു ചൊല്ലുണ്ട്, കന്ന് കളിച്ചാൽ കൊള്ളാം കാള കളിച്ചാൽ കൊള്ളാമോ എന്ന് ചോദിക്കില്ലേ എന്ന് പറയുന്ന പോലെ. അപ്പൊ അങ്ങനെ ഒരു പ്രായത്തിനനുസരിച്ച് കുറച്ചൊക്കെ അഭിനയത്തിൽ ഒരു കൺട്രോൾ വേണം. അപ്പൊ ഇതിനകത്ത് 90s ഒന്നും നോക്കാതെ ഒരു സന്ദർഭം കിട്ടുമ്പോൾ അതിൽ ഹ്യൂമർ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്രശാന്ത് പറഞ്ഞ വളരെ കറക്റ്റാ. ഉത്സവം ഫഹദും അവര് ഒരു പ്രത്യേക രീതിയിൽ ചിന്തിച്ചിരിക്കുകയാണ്. അതിനകത്ത് കുറച്ച് ലേറ്റസ്റ്റ് ഉണ്ട്, കുറച്ച് പഴയതുണ്ട്, കുറച്ച് ഇതിൻ്റെ ഇടയിലുള്ള പീരീഡ് ഉണ്ട്. അവർക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. പല സീനിലും ഇത് മതിയോ ഇതാണോ എന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ കറക്റ്റാണ്, ഇതങ്ങോട്ട് ചെയ്താൽ മതി, ഓക്കെ ഞങ്ങൾ അനുസരിക്കുന്നു. ഞങ്ങൾ ഡബ്ബിങ് സമയത്ത് എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഹ്യൂമർ കൂട്ടണം. കൈ നിടണോ, ഔട്ട് ബ്ലോക്കിലെങ്കിലും കൈ ഒന്നും വേണ്ട ചേട്ടാ, ഒന്നും ചെയ്യണ്ട. പടം ഏകദേശം ഒരു ഫോമിൽ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു മ്യൂസിക് കുറച്ചുകൂടെ വേണ്ടേ, അവിടെ ഹ്യൂമറസ് ആക്കാൻ കുറച്ചുകൂടെ മ്യൂസിക് വേണ്ട 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 അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ മ്യൂസിക്കാണ് ബിജിബാൽ തന്നിട്ടുള്ളത്. അതിൽ ഞങ്ങൾ 100% ഹാപ്പിയാണ്. അപ്പം അതിൽ അവരുടെ കോൺഫിഡൻസിൽ ഞങ്ങൾ ഹാപ്പിയാണ്. അവർ കൺഫ്യൂസ്ഡ് ആവുന്നില്ല. ഞങ്ങൾ എന്ത് ചോദിച്ചിരുന്നാലും അവർ കൺഫ്യൂസ്ഡ്. നോ 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 ഇത് മതി. ഞങ്ങൾ ആഗ്രഹിച്ച എഡിറ്റിംഗ് കിട്ടിയിട്ടുണ്ട്, ക്യാമറ വർക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ആഗ്രഹിച്ച മ്യൂസിക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ആഗ്രഹിച്ച ആക്ടിങ് കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെയൊക്കെ റീടേക്ക് എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു സീൻ ഓക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അവർ വന്ന് പറഞ്ഞു ഇന്നലത്തെ ചേട്ടൻ്റെ 2 ഷോട്ട് ഞങ്ങൾക്ക് ഒട്ടും ഹാപ്പി അല്ല, ചേട്ടൻ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലല്ല പറഞ്ഞിരിക്കുന്നത്. ചേട്ടൻ്റെ രീതിയിൽ ചെയ്തിട്ടുണ്ട്, അത് തെറ്റാണെന്നോ മോശമാണെന്നോ ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വന്നിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, ഇപ്പോഴും ഈഗോ സത്യസന്ധമായിട്ടും എനിക്ക് ഈഗോ ഹർട്ടായില്ല. ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ പിടിച്ചോ, ഞാൻ അതൊക്കെ ചലഞ്ചായിട്ട് ഏറ്റെടുക്കും. ഒരു റീടേക്ക് പറഞ്ഞിരുന്നാലും ഒരു സംവിധായകൻ പറഞ്ഞിരുന്നാല് എനിക്ക് റീടേക്ക് പറഞ്ഞാൽ ഞാനത് എൻ്റെ മുന്നിൽ ഒരു ചലഞ്ചാണ്. എങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് അടുത്ത ഒരു ടേക്ക് കൊടുക്കാൻ പറ്റും. ഡബ്ബിങ്ങിലൊക്കെ ആണെങ്കിൽ ഇവർ 2-3 ടേക്ക് വേണമെന്ന് പറയുന്നതാണ് എനിക്ക് ത്രില്ല്. കാരണം ദ ബെസ്റ്റ് അവർക്ക് പിന്നീട് സെലക്ട് ചെയ്യാമല്ലോ. ഇപ്പൊ അപ്പൊ തന്നെ എല്ലാം ഇപ്പൊ ഡബ്ബിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന 2-3 ടേക്ക് എല്ലാം ഒന്നും ഇറേസ് ചെയ്ത് പോകുന്നില്ലല്ലോ, അവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ഓക്കെ എന്ന് തോന്നുന്ന പിന്നീട് പ്ലേസ് ചെയ്യുമ്പോൾ മറ്റ് നല്ല ട്രെൻഡാണല്ലോ എന്നവർക്ക് തോന്നിയേക്കാം. അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഈ ഡബ്ബിങ്ങിൽ 2-3 വെർഷൻ എടുത്തു വയ്ക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പലപ്പോഴും ഞാൻ അങ്ങോട്ട് പറയാം ഒരെണ്ണം കൂടെ ഓക്കെ ആണ്, എന്നാലും ഒരെണ്ണം കൂടെ തരട്ടെ, തന്നോളൂ എന്ന് പറയും. തന്നിട്ട് അവർ പറയും ചേട്ടന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് എടുത്തത്, പക്ഷെ പ്രീവിയസ് ടേക്ക് ഞങ്ങൾ ഓക്കെയാണ്, അതിൽ ഹാപ്പിയാണ്, ഇതായിരിക്കും ഞങ്ങൾ വയ്ക്കാൻ പോകുന്നത് എന്ന് പറയും. ഇതിൽ അപൂർവമായിട്ട് ഒരു സിറ്റുവേഷനിൽ മാത്രം ഇവർ പറയുന്ന ഡയലോഗ് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി.
അവിടെ മാത്രമാണ് ഒരു ചെറിയ തർക്കം ഈ സിനിമയിൽ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഡയലോഗ് ഇന്ന രീതിയിൽ കൂടെ എടുത്തു വയ്ക്കൂ. കമ്മ്യൂണിക്കേഷൻ ഒരു ഡയലോഗിൻ്റെ കാര്യമാണ്, ഒരു സ്വത്തിൻ്റെ കാര്യം എനിക്കൊന്നും കിട്ടിയില്ല എന്ന് രജിസ്റ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് എൻ്റേതായിട്ടുള്ള രീതിയിലും കൂടെ എടുത്തു വയ്ക്കൂ എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷം തോന്നിയത് നമ്മൾ തർക്കിച്ച് അത് ഒരു കാരണവശാലും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഫൈനലിൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ വെർഷനാണ് അവർ വച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ അവർക്ക് ഈഗോ ഒന്നുമില്ല, ഓക്കെയാണ്. പക്ഷെ ഇതില് അത് ഒരു സന്ദർഭമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവർ പറഞ്ഞാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരേ ഒരു സിറ്റുവേഷനേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തർക്കിച്ച വെൽക്കം ടു കൊടൈക്കനാലില് ഞാൻ മരിക്കുന്നതായിട്ടാണ് എഴുതി വെച്ചിരുന്നത് ഡെന്നിച്ചായൻ. അപ്പൊ ഞാൻ റിക്വസ്റ്റ് ചെയ്തു, കാരണം അതുവരെ ഇങ്ങനെ പോയിട്ട് അവസാനം മരണം വേണ്ട, എന്നെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് അമേരിക്കയിൽ കൊണ്ടുപോകുന്നതായിട്ടൊന്നും നമുക്ക് എടുത്തു വയ്ക്കാന്ന് പറഞ്ഞു. വലിയ വഴക്കായി, തർക്കമായി. ഡെന്നിച്ചായൻ പറഞ്ഞു അത് പറ്റൂലടാ, അത് മരിക്കണം, അതാണ് എൻ്റെ തീരുമാനം. ഞാൻ പറഞ്ഞു ഡെന്നിച്ചായ ഒരു കാര്യം ചെയ്യും, നമുക്ക് മറ്റൊരു എടുത്തു വെക്കാം. എടുത്തു, രണ്ടുപേരും, ഒന്ന് മരിക്കുന്നതായിട്ട് എടുത്തു, അത് കഴിഞ്ഞിട്ട് ഒന്ന് അമേരിക്കയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നതായിട്ട് എടുത്തു. രണ്ട് ക്ലൈമാക്സ് എടുത്തു വെച്ചു. എന്നിട്ട് അവസാനം ഡെന്നിച്ചായൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, എടാ അവസാനം നിന്നെ അമേരിക്കയിൽ കൊണ്ടുപോകുന്ന വയ്ക്കാടാ. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഈഗോ ഇല്ല, അനിൽ ബാബുമാരാണ് സംവിധായകര്. അപ്പൊ അത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ തർക്കിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ അവരോട്, സംവിധായകരോട് ഒരു കാര്യമേ പറയാറുള്ളൂ, എഡിറ്റിംഗ് ടേബിളിൽ ഒരിക്കലും ഒരു ആക്ടർ വരില്ല. എന്തായാലും ഞാനും പ്രശാന്തൻ ഞങ്ങൾ എഡിറ്റിംഗ് ടേബിളിൽ പോയിട്ടില്ല, പോകുകയില്ല. അവിടെ ചെന്ന് എങ്ങനെയാണ് എഡിറ്റിംഗ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഇരിക്കില്ല. അത് സംവിധായകന്റെ ജോബാണ്. എഡിറ്ററും സംവിധാനം കൂടെ ഇരിക്കേണ്ടതാണ്. അവിടെ ആക്ടർക്ക് ഒരു റോളും ഇല്ല. അപ്പോൾ എഡിറ്റിംഗ് ടേബിളിൽ ഞങ്ങൾ വരില്ല. അപ്പോൾ നിങ്ങൾ എടുത്തു വെച്ചേക്ക്, ആവശ്യമുള്ള എടുത്തോ, പിന്നെ അവിടെ ചെന്ന് അത് എടുത്ത് വയ്ക്കാമായിരുന്നു എന്ന് തോന്നരുത് എന്ന് എപ്പോഴും ഞങ്ങൾ പറയും. അപ്പം അങ്ങനെ ഈ ക്ലൈമാക്സിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ പറയുന്നത് ശരിയാണോ, ആര് പറയുന്നത് ശരിയാണെന്നുള്ള കാര്യത്തിൽ തർക്ക വിഷയമാണ്. ഇതപ്പോൾ വന്ദനത്തിൻ്റെ ക്ലൈമാക്സിലൊക്കെ പ്രിയനും ഞാനും കൂടെ വലിയ തർക്കമായിരുന്നു. അവസാനം ലാലും ഹീറോയിനും ഒന്നിക്കണമെന്നായിരുന്നു എൻ്റെ പക്ഷം. പ്രിയനും ഹനീഫ് കയ്ക്കും അത് ഒന്നിക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ ഒരുപാട് ലാസ്റ്റ് മിനിറ്റ് വരെ ഞാൻ തർക്കിച്ചെന്നു. എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷേ പ്രേക്ഷകരിൽ നല്ലൊരു ശതമാനം വിശ്വസിക്കുന്നു ആ റിയൂണിയൻ വേണമായിരുന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും ടെൻഷനുള്ള പടത്തിൽ എൻ്റെ പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് അനീഫ് ഖാൻ പ്രിയനും പറഞ്ഞത്, ചിത്രത്തിൽ കണ്ടോ, നീ കണ്ടോ, എന്താണ് ചിത്രത്തിൽ അവസാനം എല്ലാവരും കണ്ട, പിന്നെ എനിക്ക് എന്നെ കൊല്ലാതിരുന്നൂടെ എന്നുള്ള ചോദിക്കുമ്പോൾ എന്തൊരു സെന്റിമെന്റ്സ്. ഞാൻ പറഞ്ഞ അത് അതുവരെ മുഴുവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ്, ലാസ്റ്റിൽ കുറച്ചൊരു നൊമ്പരം, അതുകൊണ്ടാണ് അത് വിജയിച്ചത്. വന്ദനത്തിൽ അങ്ങനെയല്ല. ഈ നെടുമുടി വേണുവിന്റെ റിവെഞ്ച് എന്നൊക്കെ പറയുന്ന ടെൻഷനുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് ഹ്യൂമന്റെ ഇടയിൽ. അപ്പൊ അവസാനമെങ്കിലും ഒരു റിലീഫ് പ്രേക്ഷകർ ആഗ്രഹിക്കും. അവിടെയും അത് പ്രിയന്റെ ഒരു ക്രൂര വിനോദമാണ്. എനിക്കിപ്പോഴും അഭിമന്യുവില് ക്ലൈമാക്സില് ഹാപ്പി എൻഡിങ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മോഹൻലാലിന് ഒറ്റ കൊടുക്കുന്നു, അവരെ പോലീസ് പിടിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര, എൻ്റെ കഥാപാത്രത്തിന് അന്നത്തെ പ്രേക്ഷകർക്ക് ഭയങ്കര ദേഷ്യമായി മോഹൻലാലിന് ഒറ്റ കൊടുത്ത്. അത് അതിന്റെ ആവശ്യം അല്ല, അതിന്റെ റിയാക്ഷൻ ഇല്ല. എന്നാൽ പോലും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ടെൻഷനായി പോയി. അത് ഹാപ്പി എൻഡിങ് ആയതുകൊണ്ട് എന്താ കുഴപ്പം? അന്നത്തെ കാലത്ത് പ്രിയദർശന് MT സാറിന്റെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ഈ ലോഹി ദാസിനും ഞാൻ തുറന്നു പറയാണ്, MT സാറിന്റെ പല കഥാപാത്രങ്ങളും ട്രാജിക് എൻഡിങ് ആണ്. ആലോചിച്ച് നോക്കിക്കോളൂ. മുറപ്പെണ്ണ് എന്താണ് ക്ലൈമാക്സ്? ലൂസർ, ഇരുട്ടിന്റെ ആത്മാവ് ലൂസറാണ്. MT സാറിന്റെ കഥാപാത്രങ്ങൾ, മുറപ്പെണ്ണിലെ ബാലൻ ആഗ്രഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. ഏതാ ഫീമെയിൽ വെർഷൻ. അപ്പൊ നോക്കിക്കോളൂ, എല്ലാത്തിലും പരാജയമാണ്. മുറപ്പെണ്ണ്, നഗരമേ നന്ദി, നസീർ സാറിന്റെ കഥാപാത്രം സിറ്റിയിലേക്ക് പറിച്ചു നടുമ്പോൾ സ്വന്തം സഹോദരി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറുകയാണ്. അവസാനം പിന്നെ ആ സഹോദരി എന്നെ മരിച്ചു പോവാണ്. പിന്നാലെ നസീർ സാർ ഓടുമ്പോൾ ആ സഹോദരി കാറ് കയറി മരിക്കുകയാണ്. ട്രാജഡി, ട്രാജഡി അല്ലേ? MT സാറിന്റെ അന്നത്തെ നെടുലാട്ടം ഭയങ്കര ട്രാജഡിയാണ്. അപ്പൊ അങ്ങനെയുള്ള പടങ്ങൾ എടുത്തു നോക്കൂ. എല്ലാം ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു കാലഘട്ടം മുഴുവൻ അദ്ദേഹത്തിന്റെ ഓളവും തീരവും. അവസാനം ഈ നായികയെ കൊല്ലേണ്ട വല്ല കാര്യമുണ്ടോ? വടക്കം വീരഗാഥ. പിന്നെ അവസാനം ഒരു പ്രായമായതിനു ശേഷമല്ലേ നക്ഷത്രങ്ങൾ ട്രാജഡിയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളില് പിന്നെ ഒരു സുഹൃതം, അതിനേക്കാളും ഒക്കെ സദയം എന്തൊരു ട്രാജഡിയാണ്. നമ്മളെ അങ്ങ് ഡിസ്റ്റർബ് ചെയ്ത് നമ്മളെ തളർത്തിക്കളയും. പിന്നെ അവസാനം വന്ന മറ്റേ സുഹൃതം. അപ്പൊ MT സാറിന്റെ സ്വാധീനം ലോഹിതദാസിനും പ്രിയദർശനും ഉണ്ട്. അവസാനം പ്രേക്ഷകരെ ഒന്ന് കരയിച്ചിട്ട് വിടുക എന്നുള്ളത് എനിക്ക് അതിനോട് യോജിപ്പില്ല.